കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ അക്രമം. ലേബർ റൂമിൽ അതിക്രമിച്ച് കടന്ന് ഫർണിച്ചറുകളും വാതിലുകളും തകർത്തു. ഗർഭിണിയായ ഭാര്യയെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അതിക്രമം. സംഭവത്തിൽ കാനങ്ങാട് സ്വദേശി റഷീദ് പിടിയിലായിട്ടുണ്ട്. അജീഷ് കുമാർ കണ്ണൂരിൽ നിന്ന്. അജീഷ്, സ്വഭാവത്തിൽ തന്നെയായിരുന്നു ഈ അതിക്രമം? സുഹേരി, ഇന്നലെ രാത്രി 7:30യോടെയാണ് ഈ സംഭവം നടക്കുന്നത്. മെഡിക്കൽ കോളേജ് ലേബർ റൂമിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ച റാഷിദിന്റെ ഭാര്യയെ അവരുടെ അനുമതിയില്ലാതെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇയാൾ ബഹളം വെച്ചത്. നഴ്സിംഗ് ഓഫീസർ ഈ സനിലയെ അശ്ലീല ഭാഷയിൽ ചീത്ത വിളിക്കുകയും ലേബർ റൂമിലെ വാതിലുകളും ഫർണിച്ചറുകളും ഇയാൾ അടിച്ചു തകർക്കുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് അധികൃതർ ഉടൻ തന്നെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പരിയാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ ഈ മെഡിക്കൽ കോളേജിലെത്തി. ഇവരെ കൂടാതെ മെഡിക്കൽ കോളേജ് സുരക്ഷാ വിഭാഗം ജീവനക്കാരും ഏറെ പണിപ്പെട്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത് ബലം പ്രയോഗിച്ച്. ഇതിനിടയിൽ ഈ ആക്രമണം നടത്തുന്നതിനിടെ ഇയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ ലേബർ റൂമിന്റെ മുൻവശമൊക്കെ രക്തക്കളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇയാളെയും ഈ മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 15,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് വിവരം. നഴ്സിംഗ് ഓഫീസർ ഈ കരിവള്ളൂർ സ്വദേശി സനിലയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാൾ വേറെയും ചില കേസുകളിൽ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. 2023-ലും ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കാരണമായി പോലീസ് പറയുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യം, ഇയാൾ ഭാര്യയെ വീട്ടിൽ വെച്ച് പ്രസവം നടത്തണമെന്ന് ഇയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഡിസ്ചാർജ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇയാൾ ഇപ്പോൾ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ് ഉള്ളത്. ഇയാളെ ഇനി ആശുപത്രി ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു മോട്ടീവ് എന്നുള്ളത് വ്യക്തമാവൂ. എന്നാൽ ആൾ യുക്തിയില്ലാത്ത പാരമ്പര്യവാദിയാണ്, വീട്ടിൽ പ്രസവിപ്പിക്കണമെന്ന വാശിയാണ്. അതുകൊണ്ടാണ് ലേബർ റൂമിൽ കയറ്റിയ ഭാര്യയെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഈ കണ്ട പരാക്രമമൊക്കെ നടത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.